എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ ചാനലായ അച്ചു പ്രതാപ്സ് ട്രാവൽ ഗ്രാമിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അതിയായ സന്തോഷത്തോടെയാണ് അച്ചു പ്രതാപ്സ് ട്രാവൽ ഗ്രാമിന്റെ പുതിയ യാത്രയ്ക്ക് ഇന്ന് തുടക്കം കുറിക്കുന്നത്. നിശബ്ദതയും പ്രകൃതിയുടെ അദ്ഭുതങ്ങളും നിറഞ്ഞ ഒരു മനോഹര സ്ഥലത്ത് നിന്ന് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഹെസരഘട്ട തടാകത്തിലേക്ക്. ബെംഗളൂരുവിന്റെ തിരക്കേറിയ നഗരജീവിതത്തിൽ നിന്ന് വെറും കുറച്ചു ദൂരത്ത് മറ്റൊരു ലോകത്തേക്ക് എത്തിയ പോലെ തോന്നിക്കുന്ന പ്രകൃതി മൃദുവായി കഥകൾ പറയുന്ന, മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു പ്രകൃതി സ്വർഗം. ഇവിടെ കാറ്റിനു പോലും പറയാനുള്ള കഥകളുണ്ട്. ജലത്തിന്റെ നിശ്ചലതയ്ക്കും ഒരു സംഗീതമുണ്ട്. ഓരോ നിമിഷവും പ്രകൃതിയോട് കൂടുതൽ അടുത്ത് എത്തിക്കുന്ന ഒരു അനുഭവം. ചില സ്ഥലങ്ങളുടെ സൗന്ദര്യം അതിന്റെ ആഡംബരത്തിലല്ല, അതിന്റെ ലാളിത്യത്തിലാണ്. അങ്ങനെ മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു ഇടമാണ് ഹെസരഘട്ട തടാകം. ഇവിടെ പ്രവേശന ഫീസോ പാർക്കിംഗ് ഫീസോ ഇല്ല. തുറന്ന ആകാശവും തണുത്ത കാറ്റും ഒപ്പം മനസ്സിനെ നിറയ്ക്കുന്ന ഒരു നിശബ്ദത മാത്രം. ബെംഗളൂരുവിന്റെ തിരക്കുകളിൽ നിന്ന് വെറും കുറച്ചു ദൂരത്ത് പ്രകൃതിയെ അടുത്തറിഞ്ഞ് അനുഭവിക്കാനാകുന്ന ഏറ്റവും മനോഹരമായ ഇടങ്ങളിലൊന്നാണ് ഇത്. പ്രവേശന കവാടത്തിലേക്ക് എത്തുമ്പോൾ തന്നെ നാട്ടിന്റെ രുചികളും മണവും നമ്മളെ സ്വാഗതം ചെയ്യും. ഔദ്യോഗിക സന്ദർശന സമയം രാവിലെ 6 മണി മുതൽ 8:30 വരെയും വൈകുന്നേരം 4 മണി മുതൽ 6:30 വരെയുമാണ്. പക്ഷേ ഈ തടാകത്തിന്റെ ആകർഷണവും പ്രകൃതിയുടെ ആ ശാന്തത തേടി ദിവസം മുഴുവൻ ആളുകൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കും. വഴിയോരത്ത് ചെറിയ കടകൾ കർണാടകയുടെ ശൈലിയിൽ സ്നാക്കുകളും ചാറ്റുകളും ഒരുക്കി കാത്തിരിക്കുന്നുണ്ട്. ഒരു ചെറിയ കയറ്റത്തിനു മുൻപ് ഒരു ചെറിയ രുചിയാത്ര കൂടി. ഇനി ഈ തടാകത്തിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ച കാണാൻ നമുക്ക് കയറേണ്ടത് വെറും 38 പടികൾ മാത്രം. ചെറിയൊരു കയറ്റമാണ്, കഠിനമൊന്നുമല്ല. പക്ഷേ ഓരോ ചുവടും മനോഹരമായ ഒരു അനുഭവത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അവസാനം മുകളിലെത്തുന്ന ആ നിമിഷം നമ്മളെ വരവേൽക്കുന്നത് നിശബ്ദതയും അവസാനമില്ലാത്ത ആകാശവും മനസ്സിൽ എന്നും നിലനിൽക്കുന്ന ഒരു കാഴ്ച ആണ്. അപ്പോൾ മനസ്സിലാകും ഈ ചെറിയ കയറ്റം, ഓരോ ചുവടും പൂർണ്ണമായും വിലമതിക്കുന്നതാണെന്ന്. ബെംഗളൂരുവിന്റെ തിരക്കേറിയ നഗരജീവിതത്തിൽ നിന്ന് വടക്കുപടിഞ്ഞാറ് വെറും 31 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ നമ്മളെ കാത്തിരിക്കുന്നത് പ്രകൃതിരമണീയമായ ഒരു സ്ഥലമാണ് ഹെസരഘട്ട തടാകം. നിശബ്ദതയെ സ്നേഹിക്കുന്നവർക്കും പ്രകൃതിയെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ സ്ഥലം ഒരു ലക്ഷ്യസ്ഥാനം മാത്രമല്ല, ഒരു അനുഭവമാണ്. 1110-ലധികം ഏക്കറുകളിലായി പരന്നുകിടക്കുന്ന ഈ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകം നഗരത്തിന്റെ അതിരുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു പ്രകൃതി സ്വർഗം പോലെ തോന്നും. പക്ഷേ ഇത് വെറും ഒരു തടാകമല്ല, ജീവന്റെ അനവധി കഥകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു ലോകമാണ് ഇത്. പക്ഷിനിരീക്ഷകരെയും പ്രകൃതി സ്നേഹികളെയും വീണ്ടും വീണ്ടും ഇവിടെ എത്തിക്കുന്ന ഒരു പ്രത്യേക ആകർഷണം ഇവിടെയുണ്ട്. അപൂർവങ്ങളായ നാട്ടുപക്ഷികളും ദൂരദേശങ്ങളിൽ നിന്ന് കുടിയേറി എത്തുന്ന ദേശാടന പക്ഷികളും ഓരോ സന്ദർശനത്തിലും പുതിയൊരു കാഴ്ചയും പുതിയൊരു അദ്ഭുതവും സമ്മാനിക്കും. എന്നാൽ ഇവിടെ ഏറ്റവും കൂടുതൽ മനസ്സിൽ തൊടുന്നത് ഈ സ്ഥലത്തിന്റെ സൗന്ദര്യം മാത്രം അല്ല, ഇവിടുത്തെ നിശബ്ദതയാണ്. സമയം പോലും പതുക്കെ ഒഴുകുന്ന പോലെ തോന്നിക്കുന്ന ആ ശാന്തത. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് ഒരു ചെറിയ ഇടവേള തേടുന്നവർക്ക് ഈ സ്ഥലം ഒരു യാത്ര മാത്രമല്ല, മനസ്സിന് ലഭിക്കുന്ന ഒരു ചികിത്സയാണ്. ഇവിടെ പ്രകൃതി സമയം പതുക്കെയാക്കും, ഓരോ ശ്വാസവും കൂടുതൽ ലളിതമാകും, ഓരോ നിമിഷവും ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കും. ഹെസരഘട്ട തടാകത്തിന്റെ കഥ ഇന്നത്തെ ടൂറിസത്തിലോ ആധുനിക ബെംഗളൂരുവിലോ ആരംഭിക്കുന്നതല്ല. ഈ കഥയുടെ തുടക്കം ഏകദേശം 5 നൂറ്റാണ്ടുകൾക്ക് മുൻപാണ്. 16-ാം നൂറ്റാണ്ടിൽ ഈ ഭൂമി ഹെസരഘട്ട എന്ന പേരിൽ അറിയപ്പെടുന്നതിനും വളരെ മുമ്പ് അർക്കാവതി നദി ഈ മണ്ണിലൂടെ ഒഴുകിയിരുന്നു. നന്ദി ഹിൽസിന്റെ മടിയിൽ നിന്ന് ജനിച്ച ആ നദി 184 തടാകങ്ങളിലൂടെ തന്റെ യാത്ര തുടർന്നു, അവസാനം സംഗമക്ക് സമീപം കാവേരി നദിയുമായി സംഗമിച്ചത്. 1529-ൽ മഹാനായ രാജാവ് കൃഷ്ണദേവരായരുടെ നിര്യാണത്തിനു ശേഷം അദ്ദേഹത്തിന്റെ സഹോദരനായ അച്യുതദേവറായ വിജയനഗര സാമ്രാജ്യത്തിന്റെ സിംഹാസനം ഏറ്റെടുത്തു. ആർക്കാവതി നദിയുടെ ശക്തിയും അതിന്റെ അനന്തമായ സാധ്യതകളും കണ്ട അദ്ദേഹം അന്നത്തെ കാലത്തേക്കാൾ മുന്നിൽ നിന്ന ഒരു സ്വപ്നം കണ്ടു. 1534-ൽ അച്യുതദേവറായയുടെ ഉത്തരവിൽ ആർക്കാവതി നദിക്ക് കുറുകെ ഒരു വൻ ജലസംഭരണി നിർമ്മിക്കപ്പെട്ടു. ഏകദേശം 997 മില്യൺ ക്യൂബിക് ഫീറ്റ് വെള്ളം സംഭരിക്കാൻ കഴിയുന്ന അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ ഒരു എഞ്ചിനീയറിംഗ് അദ്ഭുതം. പക്ഷേ അത് വെറും ജലസംഭരണിയല്ലായിരുന്നു. അതിന്റെ അരികിൽ ചന്ദ്രമൗളേശ്വര ക്ഷേത്രം പണിതു ഭഗവാൻ ശിവനായി സമർപ്പിച്ച ഒരു വിശുദ്ധ സാന്നിധ്യം.
അതോടൊപ്പം ഒരു അഗ്രഹാരവും സ്ഥാപിച്ചു. പണ്ഡിതന്മാരെയും കുടുംബങ്ങളെയും ഇവിടെ താമസിക്കാനും വളരാനും ക്ഷണിച്ചു. അങ്ങനെ ജലവും ജ്ഞാനവും ആത്മീയതയും ഒന്നിച്ചു ചേർന്ന ഈ ഭൂമിക്ക് ലഭിച്ചു ഒരു പുരാതന നാമം ശിവസമുദ്ര, അർത്ഥം ശിവന്റെ സമുദ്രം. ഒരു സ്ഥലത്തിന്റെ പേര് മാത്രമല്ല അത്, ഒരു സംസ്കാരത്തിന്റെ ആത്മാവിൽ നിന്ന് ജനിച്ച ഒരു പൈതൃകം. 1538 ജനുവരി 14 ചരിത്രത്തിന്റെ പേജുകളിൽ സ്വർണ്ണ അക്ഷരങ്ങളിൽ രേഖപ്പെടുത്തിയ ഒരു ദിവസം. അന്നായിരുന്നു വിജയനഗര സാമ്രാജ്യത്തിന്റെ കീഴിൽ ഗവർണറായി സേവനമനുഷ്ഠിച്ചിരുന്ന ദൂരദർശിയായ നേതാവ് ഹിരിയ കെമ്പെഗൌഡ ബംഗളൂരു മഹാനഗരത്തിന്റെ വളർച്ചയ്ക്കായി ആദ്യ ശില സ്ഥാപിച്ചത്. അദ്ദേഹത്തിന്റെ ധൈര്യത്തെയും നേതൃത്വത്തെയും ആദരിച്ച് രാജാവ് അച്യുതദേവ റായ അദ്ദേഹത്തിന് ഒരു വിശിഷ്ട ബഹുമതി നൽകി, ധർമ്മഭീരു. അതിന്റെ അർത്ഥം ധൈര്യത്തിന്റെയും നീതിയുടെയും പ്രതീകം. അതോടൊപ്പം ഇന്ന് നമ്മൾ ഹെസർഘട്ട എന്ന് അറിയുന്ന ഈ വിശുദ്ധ ഭൂമിയും അദ്ദേഹത്തിന് രാജസമ്മാനമായി നൽകി. കാലം മുന്നോട്ട് നീങ്ങി. നൂറ്റാണ്ടുകൾ കടന്നുപോയി. ഭരണാധികാരികൾ മാറി. സാമ്രാജ്യങ്ങൾ ഉയർന്നു വീണു. പക്ഷേ ഈ ഭൂമി ചരിത്രത്തിന്റെ ഓരോ മാറ്റത്തിനും നിശബ്ദ സാക്ഷിയായി നിന്നു. പിന്നീട് ഹൈദർ അലിയുടെയും ടിപ്പു സുൽത്താന്റെയും കാലഘട്ടത്തിൽ ഈ പ്രദേശം ഹെസറഘട്ട എന്ന് ഒരു പുതിയ പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. കാലങ്ങൾ മാറിയെങ്കിലും ആ പേര് ഇന്നും അതേ അഭിമാനത്തോടെ നിലനിൽക്കുന്നു. അങ്ങനെ ചരിത്രം വീണ്ടും മുന്നോട്ട് സഞ്ചരിച്ചു. 1868 കൃഷ്ണരാജ വോഡയാർ മൂന്നാമന്റെ നിര്യാണത്തിനു ശേഷം മൈസൂർ സാമ്രാജ്യത്തിന്റെ സിംഹാസനം ഏറ്റെടുത്തത് ചാമരാജേന്ദ്ര വോഡയാർ പത്താമൻ ആയിരുന്നു. പൊതുപരിഷ്കാരങ്ങളുടെയും ദൂരദർശിയായ വികസന പദ്ധതികളുടെയും ഒരു പുതിയ യുഗത്തിനു തുടക്കം കുറിച്ച ഭരണാധികാരി. ചരിത്രത്തിന്റെ ഓരോ അധ്യായവും ഈ മണ്ണിൽ ഇന്നും പ്രതിധ്വനിക്കുന്നു. ഹെസറഘട്ട തടാകത്തിന്റെ ചരിത്രം രാജാക്കന്മാരുടെയും സാമ്രാജ്യങ്ങളുടെയും എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങളുടെയും കഥകൾ മാത്രം പറയുന്നില്ല. ഈ മണ്ണ് അതിലും വിശുദ്ധമായ ഒരു കഥയും ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. വിശ്വാസത്തിന്റെയും അതിജീവനത്തിന്റെയും ദൈവിക അനുഗ്രഹത്തിന്റെയും കഥ. ഈ വൻ ജലാശയം നിർമ്മിച്ചുകൊണ്ടിരുന്ന കാലത്ത് അവിടെ കഠിനാധ്വാനം ചെയ്ത തൊഴിലാളികൾ ക്ഷീണത്തെയും കഠിനമായ ചൂടിനെയും അസഹ്യമായ ദാഹത്തെയും നേരിട്ടുകൊണ്ടിരുന്നു. അപ്പോഴാണ് നാട്ടുകഥകൾ പറയുന്നതുപോലെ ദിവ്യശക്തിയായി ശ്രീ ദുർഗാംബ ദേവി അവരുടെ മുന്നിൽ അനുഗ്രഹമായി എത്തിയത്. ജനവിശ്വാസം പറയുന്നത് ദുർഗാംബ ദേവി അവർക്കായി അവിടെ ഒരു ശുദ്ധജല ഉറവ് സൃഷ്ടിച്ചു എന്നാണ്. അത് വെറും ദാഹം അകറ്റിയ ജലം മാത്രമായിരുന്നില്ല. അവിടെ കഠിനാധ്വാനം ചെയ്ത ഓരോ മനുഷ്യന്റെയും മനസ്സിൽ പുതിയ പ്രതീക്ഷയും പുതിയ ശക്തിയും നിറച്ച ഒരു അനുഗ്രഹം കൂടിയായിരുന്നു അത്. ഒരിക്കൽ ദേവിയുടെ വിഗ്രഹം ഈ തടാകത്തിനുള്ളിൽ തന്നെ ജലത്തിന്റെ അരികിൽ ഒരു ചെറിയ കുടിലിനുള്ളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്നു. നന്ദി നിറഞ്ഞ ഹൃദയങ്ങളുമായി കഠിനാധ്വാനത്തിൽ കരുത്താർജിച്ച കൈകളുമായി അനേകർ അവിടെ എത്തി പ്രാർത്ഥിച്ചു. ഇന്ന് ദിവ്യമാതാവിന്റെ അനുഗ്രഹത്താലും ഭക്തരുടെ അചഞ്ചലമായ വിശ്വാസത്താലും തടാകത്തിന് സമീപം ഒരു മനോഹരമായ ക്ഷേത്രം ഉയർന്നു നിൽക്കുന്നു. പ്രാർത്ഥനകളുടെ ശബ്ദം നിറഞ്ഞും വിശ്വാസത്തിന്റെ പ്രകാശം പരത്തിയും ആ ക്ഷേത്രം ഇന്നും ഈ മണ്ണിന്റെ ആത്മാവായി നിലകൊള്ളുന്നു. അതുകൊണ്ട് ഹെസറഘട്ട വെറും ഒരു ജലാശയം മാത്രമല്ല, ഒരു വാരാന്ത്യ സഞ്ചാരകേന്ദ്രം മാത്രവും അല്ല. ഇത് ചരിത്രം ഭക്തിയോടെ ഒഴുകുന്ന ഒരു വിശുദ്ധ ഭൂമിയാണ്. ഇന്നും ഈ ജലങ്ങളെ കാത്തുസൂക്ഷിച്ച് ദൈവിക സാന്നിധ്യം നിശബ്ദമായി നിലകൊള്ളുന്ന ഒരു സ്ഥലം. 1876 മുതൽ 1878 വരെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഇരുണ്ട കാലഘട്ടം എത്തി. ആയിരക്കണക്കിന് ജീവനുകളെ പരീക്ഷിച്ച ഇന്ത്യയിലെ മഹാക്ഷാമം. വിശപ്പിനെയും ദാഹത്തെയും ഒരുപോലെ മനുഷ്യരുടെ മുന്നിൽ വെച്ച ഒരു ദുരന്തം. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ ജനങ്ങൾ ഭക്ഷണത്തിനു വേണ്ടി മാത്രമല്ല, കൂടുതൽ അത്യാവശ്യമായ ശുദ്ധജലത്തിനും വേണ്ടി പോരാടുകയായിരുന്നു. അന്നത്തെ കാലത്ത് ജലം ശുദ്ധീകരിക്കുന്നത് ഇന്നത്തെ പോലെ എളുപ്പമായിരുന്നില്ല. ഒരു തുണി കൊണ്ട് വെള്ളം അരിച്ചെടുക്കുക, അത് സുരക്ഷിതമാണെന്ന് വിശ്വസിച്ചു കുടിക്കുക, അത്രയായിരുന്നു പലരുടെയും യാഥാർത്ഥ്യം. എന്നാൽ ഈ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഒരു രാജാവ് അക്കാലത്തേക്ക് സമൂലമായ ഒരു പൊതുജനാരോഗ്യ വിപ്ലവം വിഭാവനം ചെയ്തു. ചാമരാജേന്ദ്ര വോഡയാർ പത്താമൻ ജനങ്ങളുടെ ആരോഗ്യത്തിനും ഭാവിക്കും വേണ്ടി ഒരു തീരുമാനം എടുത്തു. ആ ദൗത്യം സാക്ഷാത്കരിക്കാൻ അദ്ദേഹം 2 ദൂരദർശികളായ വ്യക്തികളെ തിരഞ്ഞെടുത്തു. പുരോഗമന പരിഷ്കർത്താവായ ദിവാൻ കെ ശേഷാദ്രി അയ്യർ, സംസ്ഥാനത്തിന്റെ ചീഫ് എഞ്ചിനീയറായ MC ഹച്ചിൻസ്. അവർ ഒരുമിച്ച് അന്നത്തെ കാലത്ത് അത്ഭുതമായി തോന്നിയ ഒരു പദ്ധതി രൂപപ്പെടുത്തി. ബംഗളൂരുവിന് 3 വർഷത്തേക്ക് മതിയാകുന്ന വെള്ളം സംഭരിക്കാൻ കഴിയുന്ന ഒരു വൻ ജലസംഭരണി.
നിരവധി സ്ഥലങ്ങൾ പരിശോധിച്ച ശേഷം ഹച്ചിൻസ് ഈ ഹെസരഘട്ട തടാകം തന്നെ തിരഞ്ഞെടുത്തു. ഉയരവും പ്രകൃതിദത്ത ജലശേഖരണ ശേഷിയും ഈ സ്ഥലത്തെ അതിന് ഏറ്റവും അനുയോജ്യമാക്കി. അങ്ങനെ 1894 ഒരു സ്വപ്നം യാഥാർത്ഥ്യമായി. കെ ശേഷാദ്രി അയ്യരുടെ നേതൃത്വത്തിൽ ചാമരാജേന്ദ്ര വാട്ടർ വർക്ക്സ് ഉദ്ഘാടനം ചെയ്തു. ഹെസരഘട്ട തടാകത്തിൽ നിന്ന് 18 കിലോമീറ്ററിലധികം ദൂരെയുള്ള വളർന്നുകൊണ്ടിരുന്ന ബംഗളൂരുവിലേക്ക് ശുദ്ധീകരിച്ച വെള്ളം എത്തിത്തുടങ്ങി. ഒരു ദുരന്തത്തിൽ നിന്ന് ജനിച്ച ഒരു ആശയം പിന്നീട് ബംഗളൂരുവിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദൂരദർശിയായ പൊതുമരാമത്ത് പദ്ധതികളിലൊന്നായി മാറി. ആ ചരിത്രത്തിന്റെ ഹൃദയത്തിൽ ഇന്നും അഭിമാനത്തോടെ നിലകൊള്ളുന്നത് ഹെസരഘട്ടയാണ്. 1890കളിൽ ഇന്ന് നമ്മൾ കാണുന്ന പോലെ വൈദ്യുതിയോ മോട്ടോറുകളോ ആധുനിക യന്ത്രങ്ങളോ ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിശയകരമായ ഒരു കാര്യം സംഭവിച്ചു. ഈ തടാകത്തിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള ബംഗളൂരുവിലേക്ക് വെള്ളം എത്തി. അത് എങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങൾക്കറിയാമോ? ഉത്തരം മനുഷ്യബുദ്ധിയുടെ അദ്ഭുതത്തിലാണ്. പുരാതന റോമൻ അക്യുഡത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് എഞ്ചിനീയർമാർ കാലത്തേക്കാൾ മുന്നിലുള്ള ഒരു സംവിധാനം രൂപകൽപ്പന ചെയ്തു. ഹെസ്രാഘട്ട തടാകത്തിൽ നിന്ന് തരബനഹള്ളി വരെ കല്ലുകൊണ്ട് നിർമ്മിച്ച ഭൂഗർഭ പാതകളിലൂടെ വെള്ളം ഒഴുകി. മൃദുവായ ചരിവ് മാത്രം ആശ്രയിച്ച് ഓരോ തുള്ളിയും ശബ്ദമില്ലാതെ സ്ഥിരതയോടെ മുന്നോട്ടു നീങ്ങി. പക്ഷേ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. സോളദേവനഹള്ളിയിൽ എത്തിയപ്പോൾ ഭൂമി ഉയരാൻ തുടങ്ങി. അവിടെ ഗുരുത്വാകർഷണം മാത്രം മതിയായിരുന്നില്ല എഞ്ചിനീയർമാരുടെ മുന്നിൽ ഏറ്റവും വലിയ വെല്ലുവിളി. പക്ഷേ അതിന് അവർ കണ്ടെത്തിയ പരിഹാരം അന്നത്തെ കാലത്ത് തന്നെ ഒരു വിപ്ലവം ആയിരുന്നു. സ്റ്റീം പവർ. കൽക്കരി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വൻ സ്റ്റീം എഞ്ചിനുകൾ വെള്ളത്തെ മുകളിലേക്ക് പമ്പ് ചെയ്തു നഗരത്തിനടുത്തുള്ള ഏറ്റവും ഉയർന്ന സ്ഥലങ്ങളിലൊന്നായ ചിമ്മിനി ഹിൽസിലേക്ക് എത്തിച്ചു. അവിടെ എത്തിയ ശേഷം പ്രകൃതി വീണ്ടും തന്റെ ജോലി ഏറ്റെടുത്തു. ഗുരുത്വാകർഷണം വീണ്ടും പ്രവർത്തിച്ചു. വെള്ളം പതുക്കെ താഴേക്ക് ഒഴുകി. അവസാനം മല്ലേശ്വരം ജലശുദ്ധീകരണ കേന്ദ്രത്തിൽ നഗരത്തിലെ ആദ്യത്തെ ആധുനിക ഫിൽട്രേഷൻ സംവിധാനം കാത്തുനിന്നിരുന്നു. അന്നത്തെ സാങ്കേതിക അദ്ഭുതം 12 അടി ഉയരമുള്ള കമ്പൈൻഡ് ജുവൽ ഫിൽട്ടർ. 1896 മാർച്ച് 7 കമ്പൈൻഡ് ജുവൽ ഫിൽട്ടറിന്റെ അവസാന ഘടകം സ്ഥാപിക്കപ്പെട്ടു. 1896 മാർച്ച് 7 ബാംഗ്ലൂരിന്റെ ചരിത്രത്തിലെ മറക്കാനാവാത്ത ദിവസമാണ്. അന്ന് ആദ്യമായി ശുദ്ധീകരിച്ച കുടിവെള്ളം നഗരത്തിലെ വീടുകളിലേക്കും പൊതുജല ടാപ്പുകളിലേക്കും ഒഴുകി എത്തി. ഇത് വെറും എഞ്ചിനീയറിംഗ് മാത്രമായിരുന്നില്ല, ഇത് പ്രതീക്ഷയായിരുന്നു. കല്ലുകളിലൂടെയും ആവിയിലൂടെയും ദൂരദർശനത്തിലൂടെയും ഒഴുകിയ പ്രതീക്ഷ. അതിന്റെ തുടക്കം ഹെസരഘട്ട തടാകത്തിൽ നിന്ന്. ഇന്നും ആ ആദ്യ എഞ്ചിനീയർമാരുടെ മറക്കപ്പെട്ട പ്രതിഭ ഓരോ പൈപ്പിലും ഓരോ പമ്പിലും ഓരോ ജലത്തുള്ളിയിലും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഹെസരഘട്ട തടാകത്തിന്റെ നിശബ്ദ ജലത്തിനിടയിൽ കാലത്തിന്റെ സാക്ഷിയായി ഇന്നും ഉയർന്നു നിൽക്കുന്ന ഒരു ഗോപുരമുണ്ട്. ശബ്ദമില്ലാതെ ഒരു നഗരത്തിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാന്നിധ്യം. ഇത് വെറും ഒരു ടവർ മാത്രമല്ല, ബംഗളൂരുവിന്റെ ആദ്യ ആധുനിക ജലവിതരണ സംവിധാനത്തിന്റെ ഹൃദയം തന്നെയാണ്. 1894 കെ ശേഷാദ്രി അയ്യരുടെ ദൂരദർശനത്തിലും ബ്രിട്ടീഷ് എഞ്ചിനീയറായ MC ഹച്ചിൻസിന്റെ രൂപകൽപ്പനയിലും ജനിച്ച ഈ ഇൻടേക്ക് ടവർ ഒരുകാലത്ത് ഒരു മുഴുവൻ നഗരത്തിന്റെ ദാഹം അകറ്റിയിരുന്നു. ഇവിടെ നിന്ന് ഗുരുത്വാകർഷണത്തിന്റെ ശക്തിയിലും മനുഷ്യരുടെ അധ്വാനത്തിലും ആശ്രയിച്ച് വെള്ളം കിലോമീറ്ററുകൾ പിന്നിട്ട് ബംഗളൂരുവിലെ വീടുകളിലേക്കും ടാപ്പുകളിലേക്കും എത്തി. ഇന്ന് ആ പൈപ്പുകൾ നിശബ്ദമായിരിക്കാം. പക്ഷേ ഈ ഗോപുരം ഇന്നും തടാകത്തെ കാത്തുനിൽക്കുന്ന ഒരു കാവൽക്കാരനെ പോലെ തോന്നും. കല്ലിലും ഇരുമ്പിലും കൊത്തിവെച്ച ഒരു ഓർമ്മ, മറക്കാനാവാത്ത ഒരു ചരിത്രം. അതേസമയം ഈ ടവറിന് മറ്റൊരു മുഖവും ഉണ്ട്. സിനിമയുടെ ഓർമ്മകളുമായി ചേർന്നൊരു മുഖം. കന്നഡ സിനിമകളുടെ ആരാധകരാണെങ്കിൽ ഈ സ്ഥലം നിങ്ങൾക്ക് പരിചിതമായി തോന്നിയേക്കാം. രക്ഷിത് ഷെട്ടിയുടെ കിരിക് പാർട്ടി എന്ന സിനിമയിലെ ജനപ്രിയ ഗാനമായ തിർബോക്കി ജീവനയുടെ ചില രംഗങ്ങൾ ചിത്രീകരിച്ചത് ഇവിടെയാണ്. ഈ നടപ്പാതയും ഈ പാലവും രക്ഷിത് ഷെട്ടിയുടെ കഥാപാത്രം ആവേശത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും സഞ്ചരിച്ച ആ രംഗങ്ങൾ ഇന്നും സിനിമാപ്രേമികളുടെ മനസ്സിൽ ജീവിക്കുന്നു. അതിനുശേഷം ഹെസരഘട്ടയുടെ ഈ ശാന്തകോണം ഫോട്ടോഗ്രാഫർമാരുടെയും സിനിമാപ്രേമികളുടെയും പ്രിയപ്പെട്ട ഇടമായി മാറി. ഇവിടെ ചരിത്രവും സിനിമയും ഒരുമിച്ച് ജീവിക്കുന്നു. ശാന്തതയും ഓർമ്മകളും ഒരുമിച്ച് നിലകൊള്ളുന്നു. ഇന്നും കാലത്തിന്റെ നടുവിൽ നിശബ്ദമായി ഉയർന്നു നിൽക്കുന്ന ഈ ഇൻടേക്ക് ടവർ ഒരു നഗരത്തിന്റെ ദൂരദർശനത്തിന്റെയും ഒരു കാലഘട്ടത്തിന്റെ പൈതൃകത്തിന്റെയും മറക്കാനാവാത്ത പ്രതീകമായി തുടരുന്നു.
ആദ്യ ഭാഗം അവസാനിക്കുന്നു. ലൈക്ക്, കമന്റ്, ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.